അടുത്തതായി നമ്മുടെ IIG ലിഡിയയുടെ അഡ്വൈസറി കൗൺസിൽ പ്രവർത്തിക്കുന്ന, അഡ്വൈസറി ബോർഡിൽ പ്രവർത്തിക്കുന്ന, ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ വിൻസി വർഗീസ് സിസ്റ്റർ ഷീബ ഫിലിപ്പ്, സിസ്റ്റർ സ്വപ്ന ജിജി, നമ്മുടെ ലിഡിയയുടെ കോർഡിനേറ്ററായി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ ലിഡിയയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സിസ്റ്റർ ഗ്രേസ് ബ്ലസൻ, നമ്മുടെ ലിഡിയയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ലിൻസി സിസ്റ്റർ, ഇന്നത്തെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ലിൻസി സിസ്റ്റർ, ട്രഷറായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോഷിത പോൾസൺ, മറ്റെല്ലാ കൗൺസിൽ മെമ്പേഴ്സിനെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ലോക്കൽ ചർച്ചസിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ദേവദാസന്മാരുടെ വൈഫ്, എല്ലാ ദേവദാസിമാർ, എല്ലാ ലിഡിയ മെമ്പേഴ്സ്, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീന, ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി വചനം ഇപ്രകാരം പറയുന്നു: വചനം കേൾക്കുന്നത് ജീവനും ചൈതന്യവും തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം, കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മുടെ സിസ്റ്റർ വിൻസി വർഗീസ്, നമ്മുടെ ചെയർമാനായിരിക്കുന്ന IIG UK ആൻഡ് യൂറോപ്പിൻ്റെ പാസ്റ്റർ ബിനോയുടെ സഹധർമ്മിണിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാരിറ്റി വിഭാഗമായ ഹോപ്പേഡിൻ്റെ ഡയറക്ടറാണ്. പ്രിയ സഹോദരിയെ ഞാൻ ഈ വചനം പറയുവാനായിട്ട് മുന്നിലേക്ക് ക്ഷണിക്കുന്നു. സമയം ഒട്ടും കളയാതെ നമുക്ക് കരങ്ങളെ അടിച്ച് പ്രിയ സഹോദരിയെ മുന്നിലേക്ക് ക്ഷണിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. ജീവനുള്ള ദൈവത്തിന് മഹത്വം. നന്നായി, ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞിട്ട് ആരും ആമേൻ പറയുന്നില്ല. ജീവനുള്ള ദൈവത്തിന് മഹത്വം. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. 19ാമത്തെ കോൺഫറൻസ്, 19 വർഷം ബാക്കിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. ദൈവം നടത്തിയ വഴി, ഞാൻ എൻ്റെ കുഞ്ഞ് ഐവൻ ഫസ്റ്റ് സണ്ണുമായിട്ട് അതായിരുന്നു ആദ്യത്തെ കോൺഫറൻസ്. ബ്രിസ്റ്റൽ പട്ടണം എൻ്റെ വീടാണ്. കാരണം എൻ്റെ മാതാവ് അവിടെ ഉണ്ട്. മാതാവ് ഈ രാജ്യത്ത് ഈ ബ്രിസ്റ്റലിലേക്ക് വന്ന് എന്നെ കൊണ്ടുവന്ന സ്ഥലമാണ് ബ്രിസ്റ്റൽ. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ, അതിനായി ദൈവത്തിന് മഹത്വം. ഈ പകല് മെസ്സേജ് തരാൻ ദേവദാസി വരും. ഈ സ്റ്റാർട്ടർ പോലെ എന്ന് പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തതല്ല, പക്ഷെ ദൈവം പ്ലാൻ ചെയ്തതാ. എന്തുകൊണ്ടോ ഇത് ഒരിക്കലും ഒരു ആക്സിഡൻ്റ് അല്ല, ഞാൻ ഒരുക്കി വെച്ച് പ്ലാൻ ചെയ്തതല്ല, പക്ഷെ ഇതൊരു എൻകൗണ്ടർ ദൈവം എൻ്റെ കൂടെ എന്നിലേക്ക് തന്നു. ഞാനത് ഇവിടെ പറയണമെന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. വളരെ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങൾ ഓക്സ്ഫോർഡിലെ മെൽവിൻ്റെ കല്യാണത്തിന് കടന്നുപോയി. എൻ്റെ പാസ്റ്റർ നാട്ടിൽ പേരൻസിനെ കാണാനായിട്ട് കടന്നുപോയി. കുറേ രാത്രികൾ, എൻ്റെ തനിച്ചായ കുറേ രാത്രികൾ, വർക്ക് കഴിഞ്ഞ് വന്ന് കിടക്കുന്ന രാത്രികളിൽ ദൈവത്തിൻ്റെ എൻകൗണ്ടർ എന്നോടുണ്ടാകുകയും ഒരു വചനം ഞാനിവിടെ വായിക്കും. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും, ഇവിടെയുള്ള ആരെയൊക്കെയോ ദൈവം അധികം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും അധികം സ്നേഹിക്കുന്നു. പക്ഷേ ഈ വചനം നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും something's going to happen. Something different is going to happen to your life. And God is just using me. I was just telling the woman of God, ഈ ആനയ്ക്ക് തടി എടുക്കാൻ കഴിയും, ഉറുമ്പിന് പറ്റുന്നതേ ചുമക്കാൻ പറ്റും. Like an ant, the Lord has placed something in my heart. And I'm going to read from God's word, John chapter 10, verse 27. My sheep listen to my voice. The encounter that I had on a particular night at 3 a.m., I felt like someone was waking me. തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഇരിക്കാനും ആരാധിക്കാനൊരു പ്രേരണ. അത് ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, മംബിൾഡ് പ്രേയേഴ്സ് പ്രാർത്ഥിച്ചു, ഉറങ്ങി. അടുത്ത രാത്രിയിൽ പിന്നെയും ഒരു തട്ടി ഉണർത്തുന്ന അനുഭവം. And my heart said, get down on your knees and worship me. And the Lord spoke to me from this word and said, start preparing to speak this. And it said, my voice. പിന്നുള്ള ഓരോ ദിവസവും he kept taking me through different thoughts. Particularly in this day and age, 2026, we are so voice controlled. Gemini, Siri,
ഐഫോൺ ഉള്ള എല്ലാവരും, എൻ്റെ മോനൊക്കെ സിറീനെയാ ചോദിക്കുന്നത്. ഞാൻ ക്ലോക്ക് കൂട്ടി പറയും നേരത്തെ എഴുന്നേക്കാൻ. ഹി വിൽ ആസ്ക് സിറി കുഡ് യു ടെൽ മീ ദ റൈറ്റ് ടൈം. ഇറ്റ്സ് എ വെരി വോയിസ് കൺട്രോൾഡ്. ബട്ട് ദ വോയിസസ് ഔട്ട്സൈഡ് ആർ ദ വോയിസസ് ഓഫ് ഡിസപ്പോയിൻമെന്റ്, വോയിസസ് ഓഫ് ഡിസ്ട്രക്ഷൻ, ദ വോയിസസ് ടെല്ലിംഗ് വുമൻ ടു ഗിവ് അപ്പ്, ദ വോയിസസ് ടെല്ലിംഗ് our children that our God doesn't exist. In the midst of it, I heard a soft and sweet voice of someone telling, I want to speak to you. I might speak to the church, Horeb Church, beautiful, the whole church the Lord is speaking to, but I want to speak individually to you. നിന്നോട് തനിച്ച് സംസാരിക്കണം. My voice wants to come only between you and me. ചില ഏകാന്തതകൾ നല്ലതാണ്, ചില ഒറ്റപ്പെടലുകൾ നല്ലതാണ്, ചില ഇരുണ്ട രാത്രികൾ നല്ലതാണ്. ആ സമയങ്ങളെല്ലാം ദൈവവും നീയുമായി ഏകമായൊരു ബന്ധം, എലോൺ ഒരു കോൺവെർസേഷന് ദൈവം ആഗ്രഹിക്കുന്നു. ബട്ട് സംതിങ് യു നീഡ് ടു ഡു. ഗോഡ് വാണ്ട്സ് യു ടു prepare yourself to have that alone encounter. What happens in the alone encounter? Everyone would have seen through the Bible, Daniel, Hagar, Moses. Whenever there was alone encounters, God was redirecting them to something. God was preparing them for something great. God was revealing things. You really don't need somebody to reveal it to you. If you come into that alone encounter with God, God will start speaking to you directly. And this voice is not a harsh voice. It's not a rude voice. It is a soft and kind voice. And the Holy Spirit gave me few things I want to share with you. The Lord wants you to make this a private setting. GPയുടെ അടുത്ത് പോയാൽ GP പബ്ലിക് എല്ലാവരും ഇരിക്കുന്നിടത്ത് വന്നല്ല എന്നെ ഡയഗ്നോസ് ചെയ്യുന്നത്. there's a room, there's a patient's room to go into. Everything has a setting. The Lord wants to prepare some of the women in this room to have a private setting with God, where He wants a desolate place. ആരും കാണത്തില്ല ആ സ്ഥലത്ത്. ചില രാത്രികളിലൊക്കെ എഴുന്നേറ്റ് ആരോടും പറയാതെ റൂമിൽ നിന്ന് പോയി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. അവിടെ യു വിൽ ബി എലോൺ വിത്ത് ഗോഡ്. ചില ഫോൺ കോളുകളോട് സോറി ഐ നീഡ് ടു കീപ്പ് എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകേണ്ടി വരും. ബിക്കോസ് യു ആർ ഗോയിങ് ടു ഹാവ് എ ഡേറ്റ് വിത്ത് യുവർ ഡിയറസ്റ്റ് ഗോഡ് ഹു ലവ്സ് യു. ആൻഡ് ദ ലോർഡ് വാണ്ട്സ് ടു പ്രിപ്പയർ യു വുമൻ ടു ഹാവ് എ പ്രൈവറ്റ് സെറ്റിംഗ്, എ സീക്രട്ട് പ്ലേസ്. ഈ സീക്രട്ട് പ്ലേസിൽ ചെന്നിരിക്കുന്ന ഓരോരുത്തരും they will have some revelation from God. ലിൻസിയുടെ വിളി എന്നോടല്ല പറയേണ്ടത്. It will be told to Lindsay in her secret room with God. And the Lord wants to prepare the woman in IAG to have an encounter with God. I was so overwhelmed when I heard the Lord's voice saying, Vincy, I want to speak with you. I do not want anybody in that room, just me and you. Just a time where you don't need to say a lot of words. All He wants to hear you is worshiping Him. All He likes to hear you saying the things, truth about Him. He knows He is I am the I am. But when He hears it from your voice, He becomes so strong. He decides to redirect you. He decides to write some things off. He decides to delete off the voices of despair. He will delete the voices of discouragement. He will delete those negative voices. Feba just touched that while she was leading worship. So I want the women who are in this